പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. നമ്മളിനി പുതുതായി പഠിക്കാൻ പോകുന്ന പാഠം കേരള പാഠാവലിയുടെ രണ്ടാമത്തെ ഭാഗമായ പുസ്തകത്തിലേതാണ്. അതിലെ ആദ്യത്തെ കവിതയാണ് മലയാളം എന്ന കവിത. പ്രശസ്തനായ വള്ളത്തോൾ നാരായണ മേനോൻ എഴുതിയ കവിതയാണ് മലയാളം. നിങ്ങൾക്കറിയാമല്ലോ ആരൊക്കെയാണ് ആധുനിക കവിത്രയങ്ങളെന്ന്. കുമാരനാശാൻ, ഉള്ളൂർ എസ് പരമേശ്വരയ്യർ, വള്ളത്തോൾ നാരായണ മേനോൻ. ഇവർ 3 പേരുമാണ് ആധുനിക കവിത്രയങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ആധുനിക കവിത്രയങ്ങളിൽ പ്രശസ്തനായ വള്ളത്തോൾ നാരായണ മേനോൻ്റെ കവിതയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. കവിതയുടെ പേര് മലയാളം എന്ന് തന്നെയാണ്. നിങ്ങൾക്ക് വള്ളത്തോൾ നാരായണ മേനോനെ കുറിച്ച് എന്തറിയാം? ആധുനിക കവിത്രയത്തിൽ ഒരാളാണെന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ ഉപാധ്യക്ഷനായിരുന്നു. അതുപോലെ തന്നെ കേരള കലാമണ്ഡലം സ്ഥാപിച്ചതും അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതികൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ചിലതൊക്കെ നിങ്ങൾക്കറിയാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സാഹിത്യമഞ്ജരി 11 ഭാഗം അദ്ദേഹം രചിച്ചതാണ്. അതുപോലെ തന്നെ ബന്ധനസ്ഥനായ അനിരുദ്ധൻ, മഗ്ദലന മറിയം, കൊച്ചു സീത, ശിഷ്യനും മകനും, അച്ഛനും മകളും, ചിത്രയോഗം എന്ന് പറയുന്നത് മഹാകാവ്യമാണ്. പിന്നെ ബദിരവിലാപം എന്നിങ്ങനെ കുറേ അധികം കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അദ്ദേഹം 1955 അന്തരിച്ചത്. അപ്പോൾ വള്ളത്തോൾ നാരായണ മേനോനെ കുറിച്ച് ഓർക്കുമ്പോൾ എത്രയും വേഗം നമ്മൾ ഓർക്കേണ്ട കാര്യം ആധുനിക കവിത്രയങ്ങളൊന്നിൽ ഒരാളാണ്. അതുപോലെ തന്നെ കേരള കലാമണ്ഡലം സ്ഥാപിച്ചതും അദ്ദേഹമാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വള്ളത്തോൾ നാരായണ മേനോനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് കവിതയിലേക്ക് കിടക്കാം. നമ്മുടെ പാഠപുസ്തകങ്ങളൊന്നും രണ്ടാമത്തെ ഭാഗമൊന്നും നിങ്ങളുടെ കയ്യിൽ എത്തിയിട്ടില്ല, എനിക്കറിയാമെങ്കിലും ഞാൻ കവിതയുടെ വരികൾ ചേർത്ത് വെച്ചുകൊണ്ട് തന്നെയാണ് വീഡിയോ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കി നിങ്ങൾ എൻ്റെ കൂടെ തന്നെ വായിക്കണം. നിങ്ങൾക്ക് നന്നായി കാണാവുന്ന രീതിയിൽ വ്യക്തമായിട്ട് തന്നെയാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് സ്ക്രീനിൽ നോക്കി നന്നായി അത് വായിച്ച് മനസ്സിലാക്കണം. ഇതിൻ്റെ ആദ്യത്തെ 8 വരികൾ നിങ്ങൾ കാണാതെ എഴുതാനും പഠിക്കാനും ശ്രമിക്കണം. നന്നായി എഴുതി പഠിക്കണം. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കാം. കവിതയുടെ പേര് മലയാളം. നമ്മളുടെ മലയാളം അല്ലെങ്കിൽ നമ്മുടെ കേരളത്തെക്കുറിച്ച്, കേരളത്തിൻ്റെ പ്രകൃതി ഭംഗിയെക്കുറിച്ചൊക്കെ വർണ്ണിച്ചിരിക്കുകയാണ് ഈ കവിതയിലൂടെ അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് 24 ലൈനാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ 12 വരിയാണ് ഇപ്പോൾ ആദ്യത്തെ ഭാഗത്ത് ഞാൻ പഠിപ്പിക്കുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ നോക്കിയിരിക്കണം. നോക്കിക്കോ, കവിതയുടെ പേര് മലയാളം. എഴുതിയത് വള്ളത്തോൾ നാരായണ മേനോൻ. മാൺ പിയെന്നു വിളങ്ങുന്നു മലയാളം മനോരമം, മഹാഭാരത ഭൂവിൻ്റെ മണിത്തങ്കച്ചിലങ്കയായി. നല്ല ഭാഷയിൽ മലയാളത്തെ, കേരളത്തെ അദ്ദേഹം വർണ്ണിച്ചിരിക്കുകയാണ്. അടുത്ത ഭാഗം നോക്കിക്കേ. മേഘങ്ങളാൽ ഉടുപ്പിട്ട മല, കുന്നുകൾ, മേടുകൾ, ആന, മാൻ, പന്നി, പുലികൾ, പോത്തും മേളിച്ച കാടുകൾ. നിങ്ങൾക്ക് വായിക്കുന്നത് കൊണ്ട് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ കൂടെ തന്നെ നിങ്ങളിത് വായിച്ച് മനസ്സിലാക്കണം. അടുത്ത നോക്കിക്കോ. തെളിഞ്ഞോളങ്ങൾ തൻ മൂളിപ്പാട്ടുമായി പോകും ആറുകൾ, ആമ്പലും നൈതൽ തണ്ടാരും ഇടതിങ്ങിയ പൊയ്കകൾ. ഇത്രയും 12 വരികളാണ് നമ്മൾ ഈ ഭാഗത്ത് പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആദ്യം മുതലേ നോക്കാം. ഒന്നുകൂടി വായിക്കാം. മാൺ പിയെന്നു വിളങ്ങുന്നു മലയാളം മനോരമം, മഹാഭാരത ഭൂവിൻ്റെ മണിത്തങ്കച്ചിലങ്കയായി. എന്താണ് നമ്മുടെ കേരളത്തെക്കുറിച്ച് അല്ലെങ്കിൽ മലയാളത്തെക്കുറിച്ച് കവി പറയുന്നത് നോക്കിക്കേ. വളരെ അഴകോടുകൂടി വിളങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മലയാളം. മനസ്സിനെ വളരെയധികം സന്തോഷിപ്പിച്ചുകൊണ്ടാണ്, നമ്മുടെ അഴകോടുകൂടി വിളങ്ങുകയാണ് ഇവിടെ മലയാളം. മലയാളം എന്നതിനെക്കുറിച്ച് നമ്മുടെ കേരള ഭൂമിയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. നമ്മുടെ മനസ്സിനെ വളരെയധികം സന്തോഷിപ്പിച്ചുകൊണ്ട് അഴകോടുകൂടി വിളങ്ങുകയാണ് നമ്മുടെ മലയാളം. മാൺപി എന്നു പറഞ്ഞാൽ അഴകുള്ള എന്നാണ്. മനോരമം എന്ന് പറഞ്ഞാൽ മനോഹരം അല്ലെങ്കിൽ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നത് എന്നൊക്കെയാണ് അർത്ഥം. മഹാഭാരത ഭൂവിൻ്റെ മണിത്തങ്കച്ചിലങ്കയായി, അതായത് ഭാരതമെന്ന ആ ശ്രേഷ്ഠമായ രാജ്യത്തിൻ്റെ മണിത്തങ്കച്ചിലങ്കയായി നമ്മുടെ മലയാളം അല്ലെങ്കിൽ കേരളം വിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ? വളരെ മനോഹരമായിട്ട്, മനസ്സിനെ സന്തോഷിപ്പിച്ചുകൊണ്ട്. മനസ്സിലാകുന്നുണ്ടല്ലോ. മാൺ പിയെന്ന് വിളങ്ങുന്നു മലയാളം മനോരമം, മഹാഭാരത ഭൂവിൻ്റെ മണിത്തങ്കച്ചിലങ്കയായി. വളരെ അഴകോടുകൂടി മലയാളം വിളങ്ങുകയാണ്. എങ്ങനെ? മനസ്സിനെ സന്തോഷിപ്പിച്ചുകൊണ്ട്. ഈ മഹാഭാരതം എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ മണിത്തങ്കച്ചിലങ്കയായിട്ട് മലയാളം ഇങ്ങനെ വിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടല്ലോ. അടുത്ത വരികളിലേക്ക് നോക്കിക്കേ. മേഘങ്ങളാൽ ഉടുപ്പിട്ടു
മല കുന്നുകൾ മേടുകൾ, ആന മാൻ പന്നി പുലികൾ പോത്തും മേളിച്ച കാടുകൾ. ഇവിടെ കവി മേഘങ്ങളാൽ ഉടുപ്പിട്ടിരിക്കുന്നതെന്ന് ആരെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? മലയെ, കുന്നുകളെ, മേടുകളെ. നമുക്കറിയാം മലയ്ക്കും കുന്നിനും, അല്ലെങ്കിൽ മേട് എന്ന് പറഞ്ഞാൽ മലമുകളാണ്. ഇതിനെയെല്ലാം പച്ച പുതപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഉടുപ്പ് ഇടിയിപ്പിച്ചിരിക്കുന്നത് ആകാശത്തിലെ വെള്ള മേഘങ്ങളാണ്. നല്ല വെള്ള കളറിൽ ഇങ്ങനെ പറന്ന് നടക്കുന്ന മേഘങ്ങൾ മലയുടെയും കുന്നിൻ്റെയും മേടിൻ്റെയും ഒക്കെ ഉടുപ്പായിട്ടാണ് കവി ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. അതുപോലെ നമ്മുടെ കാടുകളിൽ ആരൊക്കെയുണ്ട്? ആന, മാന്, പന്നി, പുലികൾ, പോത്ത്, ഇങ്ങനെ ഒരുപാട് മൃഗങ്ങൾ ചേർന്ന കാടുകളും നമുക്കുണ്ട്. ഈ കാടുകൾക്കും ഈ മലകൾക്കും കുന്നുകൾക്കും മേടുകൾക്കും എല്ലാം മുകളിൽ ഉടുപ്പിട്ടതുപോലെ മേഘങ്ങൾ ഇങ്ങനെ പറന്ന് പരിലസിക്കുകയാണ്. ഒന്നുകൂടി നോക്കിക്കേ. മേഘങ്ങളാൽ ഉടുപ്പിട്ട മല, കുന്നുകൾ, മേടുകൾ, ആന, മാൻ, പന്നി, പുലികൾ, പോത്തും മേളിച്ച കാടുകൾ. ഒരു രാജ്യമാകുമ്പോൾ അവിടെ മല കാണും, കാട് കാണും, അതുപോലെ തന്നെ മേടുകൾ കാണും, കാട്ടിലെല്ലാം മൃഗങ്ങൾ കാണും, ധാരാളം പച്ചപ്പ് കാണും, ധാരാളം സസ്യലതാദികൾ കാണും. ഇങ്ങനെ വളരെയധികം മനോഹരമായിട്ട് വിളങ്ങുകയാണ് നമ്മുടെ കേരള ഭൂമി അല്ലെങ്കിൽ മലയാള ഭൂമി എന്ന് കവി നമ്മോട് പറയുന്നു. അടുത്ത വരികളിലൂടെ നോക്കാം. തെളിഞ്ഞോളങ്ങൾ തെൻ മൂളിപ്പാട്ടുമായി പോകും ആറുകൾ, ആമ്പലും നൈതൽ തണ്ടാരും ഇടതിങ്ങിയ പൊയ്കകൾ. ഇനി എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ആദ്യമേ നമ്മുടെ മലയാള ഭൂമിയെക്കുറിച്ച് അദ്ദേഹം വർണ്ണിച്ചു. മഹാഭാരതത്തിൻ്റെ മണിത്തങ്ക ചിലങ്കയായിട്ട് വിളങ്ങുന്നു എന്ന് പറഞ്ഞു. പിന്നെ മേഘങ്ങളെക്കുറിച്ച് പറഞ്ഞു, മലയെക്കുറിച്ച്, കുന്നുകളെക്കുറിച്ച്, മേടുകളെക്കുറിച്ച്, മൃഗങ്ങളായ ആനയും മാനിനെയും പന്നിയെയും പുലികളെയും പോത്തിനെയും കുറിച്ചെല്ലാം പറഞ്ഞു. ഇനിയും പറയുന്ന ജലാശയങ്ങളെക്കുറിച്ചാണ്. തെളിഞ്ഞോളങ്ങൾ തെൻ മൂളിപ്പാട്ടുമായി പോകും ആറുകൾ. നല്ല തെളിഞ്ഞ വെള്ളം ഒഴുകി പോകുന്ന, മൂളിപ്പാട്ട് പാടിക്കൊണ്ട് പോകുന്നത് പോലെ തന്നെ തെളിഞ്ഞ വെള്ളം ഒഴുകുന്ന ആറുകളെക്കുറിച്ച് പറയുന്നു. ആറ് നമുക്കറിയാം, യാതൊരു മാലിന്യവും ഇല്ലാതെ നല്ല തെളിഞ്ഞൊഴുകുന്ന ജലാശയങ്ങൾ കണ്ടാൽ, ആറുകളും ഒക്കെ കണ്ടാൽ നമുക്കെന്താണ്, അതിൽ ഒന്ന് വെള്ളമെടുത്ത് മുഖം കഴുകാനോ അല്ലെങ്കിൽ ഒന്ന് മുങ്ങിക്കുളിക്കാനും ഒക്കെ തോന്നും. അങ്ങനെ മനോഹരമായ ആറിനെക്കുറിച്ചാണ് വർണ്ണിച്ചിരിക്കുന്നത്. ഇനി എന്തൊക്കെ അവിടെ ഉണ്ടെന്ന് നോക്കിക്കേ. ആമ്പൽ, നൈതൽ, തണ്ടാര്, മിടതിങ്ങിയ പൊയ്കകൾ. ആമ്പലുണ്ട്, അതുപോലെ നൈതൽ എന്ന് പറയുന്ന നെയ്യാമ്പലാണ്, തണ്ടാരെന്ന് പറയുന്ന താമരയാണ്. ഇതെല്ലാം ഇടതിങ്ങിയ പൊയ്കകളെക്കുറിച്ച് പറയുകയാണ്. പൊയ്ക എന്ന് പറയുന്നത് ചെറിയ ജലാശയമാണ്. ആറെന്ന് പറഞ്ഞാൽ നമുക്കറിയാം വലിയ ജലാശയങ്ങളാണ്. ഒരുപാട് വെള്ളം ഉൾക്കൊള്ളുന്ന, ഒരുപാട് വീതിയിൽ നിറഞ്ഞൊഴുകുന്ന ജലാശയമാണ് ആറുകൾ. എന്നാൽ പൊയ്ക എന്ന് പറയുന്ന ചെറിയ ജലാശയമാണ്. നമുക്ക് തോടുകൾ എന്നൊക്കെ പറയാൻ പറ്റും. അതിനകത്തെല്ലാം എന്തുണ്ട്? മനോഹരമായ ആമ്പൽ പൂക്കൾ, അതുപോലെ നെയ്യാമ്പൽ പൂക്കൾ, തണ്ടാർ എന്ന് പറഞ്ഞാൽ താമര, ഇതെല്ലാം കൂടി ഇടതിങ്ങിയ പൊയ്കകളെക്കുറിച്ച് കവിയോട് വർണ്ണിക്കുകയാണ്. വലിയ ജലാശയവും ചെറിയ ജലാശയവും ഉണ്ട്. പൊയ്കകൾ ചെറിയ ജലാശയമാണ്. അതിലാണ് കൂടുതലായും ആമ്പലും താമരയും ഒക്കെ ഇങ്ങനെ പൂത്തുലഞ്ഞ് നിറഞ്ഞു നിൽക്കുന്നത്. ഇങ്ങനെ നമ്മുടെ പ്രകൃതിയെക്കുറിച്ച്, നമ്മുടെ ജലാശയങ്ങളെക്കുറിച്ചൊക്കെ വർണ്ണിക്കുകയാണ് കവി ഇവിടെ ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? വളരെ സിമ്പിളായിട്ടുള്ള വരികളാണ്. വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും. ഇനിയും നമുക്ക് കുറച്ച് ഭാഗങ്ങൾ കൂടി പഠിക്കാനുണ്ട്, കുറച്ച് വരികൾ കൂടി. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇത്രയും നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ? ഒരു തവണ കൂടി ഞാൻ പെട്ടെന്ന് വായിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോണേ. മാൻ പിയെന്ന് വിളങ്ങുന്നു മലയാളം മനോരമം, മഹാഭാരത ഭൂവിൻ്റെ മണിത്തങ്കച്ചിലങ്കയായി, മേഘങ്ങളാൽ ഉടുപ്പിട്ട മല, കുന്നുകൾ, മേടുകൾ, ആന, മാൻ, പന്നി, പുലികൾ, പോത്തും മേളിച്ച കാടുകൾ, തെളിഞ്ഞോളങ്ങൾ തെൻ മൂളിപ്പാട്ടുമായി പോകും ആറുകൾ, ആമ്പലും നൈതൽ തണ്ടാരും ഇടതിങ്ങിയ പൊയ്കകൾ. എത്ര ഭംഗിയായിട്ടാണ് അദ്ദേഹം വർണ്ണിച്ചിരിക്കുന്നതല്ലേ? നമുക്ക് വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ദൃശ്യം മനസ്സിലേക്ക് വരുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ട് കവി ഈ കവിത രചിച്ചിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ഭാഗം നമുക്ക് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം. രണ്ടാമത്തെ ഭാഗവുമായിട്ട് ഉടനെ തന്നെ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇന്ന് ഇവിടെ നിർത്തട്ടെ. നന്ദി.